അങ്ങനെ ചെറിയൊരു യാത്ര കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കരുവാരകുണ്ട് കിഴക്കേത്തലയിലെത്തി. മരുതുങ്ങൽ ഭാഗത്തേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് കരുവാരകുണ്ട് പുന്നക്കാട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരുതുങ്ങൽ വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു ഹോട്ടലിൻ്റെ വണ്ടിയായിരുന്നു, കാറ്ററിങ്ങിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചർച്ച ആ ഒരു ലെവലിലേക്ക് മാറുമല്ലോ. നമ്മുടെ മുന്നിലൊരു ഹോട്ടൽ, നമ്മുടെ മുന്നിൽ എന്ത് കാണുന്നു ആ വിഷയത്തെക്കുറിച്ചായിരിക്കും മിക്കവാറും നമ്മുടെ യാത്രകളിൽ സംസാരം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് എന്നോടൊരു ചോദ്യം ചോദിച്ചു, കരുവാരകുണ്ടിലെ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന ഫുഡ് ഏതാ? അപ്പോൾ ഞാൻ ഏത് സമയം, ഇപ്പം സമയം 11:30 ആ ഒരു സമയമാണ്. അപ്പോൾ നിനക്കിപ്പോൾ കഴിക്കാനാണെങ്കിൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് അവന് നല്ല പൊറോട്ട, നല്ല അടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കല്ലുമൊന്ന് എടുത്ത് തരുന്ന ചൂടോട് കൂടിയിട്ടുള്ള ആവി പറക്കുന്ന പൊറോട്ടയും അതേപോലെ തന്നെ വെന്ത് നല്ല സെറ്റായിട്ടുള്ള കറുകറുത്ത് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് വേണ്ടത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ ഇങ്ങനെ വന്ന് ഏകദേശം പുന്നക്കാട് ഭാഗത്തേക്കൊക്കെ എത്താനായി. അപ്പം എന്നാൽ നേരെ വിട്ടോ, അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളെ നാടിൻ്റെ ഭംഗിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്കോ ടൂറിസം പദ്ധതിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ, വിശദമായ വീഡിയോ, അതേപോലെ കരുവാരകുണ്ടിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ കരുവാരകുണ്ട് പുന്നക്കാട് ഭാഗത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സഞ്ചാരത്തിൻ്റെ ഇടയിലൊക്കെ ഇവനാ ഒരു പൊറോട്ടേനെ കുറിച്ച് എന്നോട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോൾ ചെന്നാലും ഈ ഒരു ടൈപ്പ് ബീഫും അതേപോലെ തന്നെ അവൻ പറഞ്ഞ മാതിരി നല്ല അടിച്ച് ലെയറായിട്ടുള്ള നല്ല പതുത്ത പൊറോട്ടയിലേക്ക് അവരുടെ ആ ഒരു നാടൻ കറി ഒഴിച്ചിട്ട് ആ ബീഫിൽ നിന്ന് 2 കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് പൊറോട്ട പിച്ചി അതിലേക്ക് വെച്ചിട്ട് ആ കറിയിലൊന്നിങ്ങനെ ഇളക്കിയിട്ട് കഴിച്ചാൽ വേറെ ലെവല്.